എല്ലാ കൃഷികളും നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു കൃഷി കഴിയുമ്പോൾ അടുത്ത കൃഷി. അപ്പോൾ എപ്പോഴും നമുക്കിങ്ങനെ കൃഷി ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാറി മാറി എന്തെങ്കിലും കൃഷി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അതിനനുസരിച്ചുള്ളതായ വളങ്ങളും നമ്മൾ കൊടുക്കും. അതിൽ നിന്ന് ഓരോരോ വളങ്ങൾ ഇങ്ങനെ കൊടുക്കും തോറും അതിൽ നിന്ന് ഏറ്റവും നല്ല കായ്കൾ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ പലപ്പോഴും വളങ്ങളൊക്കെ മാറി മാറി കൊടുക്കുന്നത്. എന്നാൽ ഈ വളത്തിൻ്റെ അളവൊന്ന് കൂടിപ്പോയാലോ എന്തായിരിക്കും ഫലം? നമുക്കൊന്ന് വഴിയെ കാണാം. അപ്പോൾ എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കതെന്താണെന്ന് നോക്കാം. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് ചെടികളുടെ വലുപ്പത്തിനനുസരിച്ച് മാത്രമേ വളം കൊടുക്കാവുന്നുള്ളത്. പക്ഷേ എങ്കിൽ എനിക്ക് തന്നെ ഒരു അബദ്ധം പറ്റിയതാണ്. ഡേറ്റ് കഴിയാറായിരുന്ന ഒരു വളമായിരുന്നു. എങ്കിൽ പിന്നെ അതങ്ങ് തീർത്തേക്കാമെന്ന് കരുതി ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ആ വളം ഉപയോഗിക്കുന്നത്. അന്നേരം ഇച്ചിരി കൂടുതലങ്ങ് കൊടുത്തു, ഒരു പിടി വീതം അങ്ങ് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇച്ചിരി ദൂരം മാറ്റിയൊക്കെ ഇട്ടാൽ കൊടുത്തതെങ്കിലും അത് എൻ്റെ തക്കാളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തണ്ടിന് ഒട്ടും കനമില്ലല്ലോ. വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു തണ്ടാണ് ഈ തക്കാളിയുടെ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള വളം മാത്രമേ തക്കാളിക്ക് കൊടുക്കാവൂ. ഏതെങ്കിലും പിന്നെ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലുമൊക്കെ വളങ്ങൾ കേൾക്കുമ്പം നമ്മളത് പരീക്ഷിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മൾ അത് വളരെയധികം അളവ് കുറച്ചിട്ട് 2 ദിവസം ആ ചെടിയെ നമ്മൾ നിരീക്ഷിക്കണം. ആ ചെടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നിരീക്ഷിച്ചതിന് ശേഷം വേണം നമ്മൾ പിന്നെ അടുത്തടുത്ത ചെടികൾക്ക് കൊടുക്കാനായിട്ട്. ആ വളം പ്രയോജനത്തിന് ശേഷം അതിൻ്റെ ഇലകളെല്ലാം നമ്മുടെ വക്കെല്ലാം ഇങ്ങനെ കരിഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ആ കരിഞ്ഞ ഇലകളെയൊക്കെ നമുക്കങ്ങ് നുള്ളി മാറ്റാം. നുള്ളി മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് ജൈവ സ്ലറിയൊക്കെ ആഴ്ച 2 ദിവസമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അവരെ ഒന്ന് ഉഷാറാക്കി എടുക്കാനായിട്ട് നോക്കാം. രക്ഷപ്പെടുമെന്ന് നമുക്ക് നോക്കാം. ഒരെണ്ണം മാത്രം എന്തായാലും തക്കാളി മാറി നിന്നതുകൊണ്ട് അത് മാത്രം രക്ഷപ്പെട്ടു. അപ്പോൾ അതിനകത്ത് വേണ്ട പൂവൊക്കെ വരാനായിട്ട് തുടങ്ങി, മുട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം എന്തായാലും അതിൻ്റെ ഇലയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല ഇടാത്തത് കൊണ്ട്. അതിൻ്റെ അടിഭാഗത്തു നിന്നുള്ള ഇലകളെല്ലാം നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം എല്ലാം ഇതേപോലെ നിൽക്കേണ്ടുന്നതായിരുന്നു, എന്ത് ചെയ്യാനാണ്. അപ്പോൾ എന്തായാലും ഈ അബദ്ധമൊന്നും ആർക്കും പറ്റാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക കൃഷിയൊക്കെ ചെയ്യുമ്പോൾ. ഇപ്പോൾ ജൈവവളമെന്ന് പറഞ്ഞാലും അത് ഓവറായി കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് പറ്റുന്നതായ ഒരു അബദ്ധമാണിത്. അപ്പം നമ്മൾ വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. ഇപ്പം തക്കാളി കൃഷിയൊക്കെ നമ്മൾ നല്ല രീതിയിൽ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ തക്കാളിയൊക്കെ നമ്മൾ പിടിപ്പിച്ചെടുക്കുന്ന രീതിയാണ് കാണിച്ചിട്ടുള്ളത്. ആ വളപ്രയോഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ അതേപോലെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നല്ല നല്ല തക്കാളി വിത്തുകളൊക്കെ നമ്മുടെ സൈറ്റിൽ വന്നിട്ടുണ്ട്. മനുപ്രഭ, മനുലക്ഷ്മി, വികാസ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നല്ലതുപോലെ ഇഷ്ടം പോലെ തക്കാളിയൊക്കെ പിടിക്കുന്നതായ തക്കാളി വിത്തുകളാണത്. അപ്പം നല്ല രീതിയിൽ നമ്മൾ നടുകയാണെന്നുണ്ടെങ്കിൽ ഏത് കാലാവസ്ഥയിലും നമുക്ക് തക്കാളി വിളയിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്കും ഇതേപോലെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകൾ ഗ്രോ ബാഗുകൾ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com എന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോ ബാഗും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പം ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യൻ്റെ കാര്യം നോക്കിയാലും മൃഗത്തിൻ്റെ കാര്യം നോക്കിയാലും എല്ലാം സംഭവിക്കുന്നത്. നമ്മൾ നല്ലതാണെന്ന് കരുതിയിട്ട് വാരി വലിച്ച് കഴിച്ചാൽ നമ്മുടെ ആരോഗ്യം ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയതായ ഒരു മെസ്സേജ്. അപ്പോൾ എനിക്ക് കിട്ടിയതായ അബദ്ധം നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഇത് പ്രയോജനപ്പെടില്ല. കാരണം എല്ലാവരുടെയും കയ്യിൽ പലതരത്തിലുള്ളതായ വളങ്ങളുണ്ട്, പലയിടത്തു നിന്ന് കേൾക്കുന്നതായ അറിവുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ വളങ്ങളെങ്ങനെ നമ്മൾ മാറി മാറി ഉപയോഗിക്കുമ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണമെന്നും ഏത് രീതിയിലായിരിക്കണമെന്നും ഒക്കെ ഉള്ള ഒരു മെസ്സേജാണ് എനിക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് തരാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതേപോലെ കയ്യിലൊക്കെ വളങ്ങളുണ്ടെങ്കിൽ കൊടുക്കുമ്പോഴൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ നല്ല നല്ല അറിവുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.